ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു കവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ക്ലാസ് ടിമ്പറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷനൊക്കെ, പിന്നെ എക്സോജീനിയസ് ട്രീസ്, എൻഡോജീനിയസ് ട്രീസ്, അതുകൂടാതെ ടിമ്പറിൻ്റെ മാക്രോ സ്ട്രക്ചർ, ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് വരിക. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ ഡിഫെക്ട്സ് ഇൻ ടിമ്പർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പറയാൻ പോണത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇത്രയും സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഫസ്റ്റ് വന്ന ടോപ്പിക്ക് ടിമ്പർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫെക്ട്സ് ഇൻ ടിമ്പർ പറയും. ഒരു 5 ഡിഫെക്ട്സ് ആണുള്ളത്. കൺവേർഷൻ കാരണമുള്ളത്, ഫംഗി കാരണമുള്ളത്, ഇൻസെക്ട്സ് കാരണമുള്ളത്, നാച്ചുറൽ ഫോഴ്സസ് കാരണമുള്ളത്, ഏറ്റവും അവസാനം സീസണിങ് കാരണമുള്ളത്. എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൺവേർഷൻ കാരണമുള്ളത്, പിന്നെ ഫംഗി കാരണമുള്ളത്, നാച്ചുറൽ ഫോഴ്സസ് കാരണമുള്ളത്, ഇത് 3 നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ഡിഫെക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ PSC യിലാണെങ്കിലും SSC യിലാണെങ്കിലും ഒക്കെ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫെക്ട്സ് ഇൻ ടിമ്പർ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ നോക്കാം. കൺവേർഷൻ കാരണമുള്ള ഏറ്റവും ആദ്യത്തെ ഡിഫെക്റ്റ് ചിപ്പ് മാർക്ക്. ഓക്കെ, ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വുഡ് അല്ലെങ്കിൽ ടിമ്പർ നമ്മൾ ഫിനിഷ് ചെയ്ത സർഫസിൽ അതിൻ്റെ ടൂൾസ് വീണ മാർക്കുകൾ കാണും. അതിനെയാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കെയർലെസ്നെസ് കാരണമായിരിക്കാം. ആ സമയത്ത് വുഡ് കട്ട് ചെയ്യുന്ന ആളുടെ കെയർലെസ്നെസ് കാരണം ടൂൾസ് വീഴുന്ന കാരണം ഉണ്ടാവുന്നതാണ് ഈ ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത നോക്കുകയാണെങ്കിൽ ഡയഗണൽ ഗ്രെയിൻ. ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫെക്റ്റ് ഫോം ഡ്യൂ ടു ഇംപ്രോപ്പർ സോയിങ് ഓഫ് ടിമ്പർ. അപ്പോൾ അതൊരു ഡയഗണൽ മാർക്കായിരിക്കും. ഓക്കെ, ഇതിനകത്ത് കാണുമ്പോൾ അറിയാം ഡയഗണൽ മാർക്സ് ആണ് ഫോം ചെയ്യുന്നത്. അതിനെയാണ് ഡയഗണൽ ഗ്രെയിൻസ്. ഇംപ്രോപ്പർ സോയിങ് കാരണം ഡയഗണൽ മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഡയഗണൽ ഗ്രെയിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കിയാൽ ടോൺ ഗ്രെയിൻ. ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വുഡിൻ്റെ ഫിനിഷ്ഡ് സർഫസിൽ ഏതെങ്കിലും ടൂള് വന്ന് വീഴുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ടോൺ ഗ്രെയിൻ. ദ ഡിഫെക്റ്റ് ഈസ് കോസ്ഡ് വെൻ സ്മോൾ ഡിപ്രഷൻ ഇസ് ഫോംഡ് ഓൺ ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ദ ടിമ്പർ ബൈ ഫോളിങ് ഓഫ് ടൂൾ. ഓക്കെ, നമുക്ക് വെയിൻ എന്താണെന്ന് നോക്കാം. വെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു കർവ് ഉണ്ടല്ലേ, വുഡിൻ്റെ ആ കർവേച്ചർ അതേപോലെ ഇവിടെ ഡെപിക്റ്റ് ചെയ്തേക്കാണ്. ആ മാനുഫാക്ചേർഡ് പീസിലും ആ ഒരു കർവേച്ചർ അതേപോലെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫെക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വെയിൻ എന്ന് പറയുന്നത്. ദിസ് ഡിഫെക്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ദ മാനുഫാക്ചേർഡ് പീസ് ഓഫ് ടിമ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് വെയിൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡിഫെക്ട്സ് ഡ്യൂ ടു ഫംഗൈ. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ സ്റ്റെയിൻ ആണ്. ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഈ വുഡിൻ്റെ അകത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു നീല കളറ് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു ഫംഗിയുടെ അറ്റാക്ക് കാരണം ഉണ്ടാകുന്നതാണ്, ഫംഗിയുടെ ആക്ഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. സാപ്പ് വുഡ് ഇസ് സ്റ്റെയിൻഡ് ടു ബ്ലൂയിഷ് കളർ. ഇവിടെ സാപ്പ് വുഡാണ് അഫക്റ്റഡ് ആവുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ റോഡ്. ബ്രൗൺ റോഡ് എന്ന് പറഞ്ഞാൽ വുഡിനൊരു ബ്രൗണിഷ് കളർ ഉണ്ടാവുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സെല്ലുലോസ് അവിടെ റിമൂവ് ചെയ്യപ്പെടുകയാണ്. ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ഫംഗി കാരണം സെല്ലുലോസ് റിമൂവ് ചെയ്ത് വുഡിന് ഒരു ബ്രൗൺ കളറ് ഉണ്ടാവുകയാണ്. അതേപോലെ സിമിലറായിട്ട് വരുന്നതാണ് വൈറ്റ് റൂട്ട്. പക്ഷേ വൈറ്റ് റൂട്ടിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിഗ്നിൻ ആണ് അഫക്റ്റ് ചെയ്യുന്നത്. വുഡിൻ്റെ ലിഗ്നിൻ എന്ന് പറഞ്ഞ പാർട്ടാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഫംഗി കാരണം. അങ്ങനെ ഉണ്ടാവുന്ന ഡിഫെക്റ്റാണ് വൈറ്റ് റൂട്ട്. അപ്പോൾ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഡ്രൈ റോട്ടും വൈറ്റ് റോട്ടും, ബ്രൗൺ റോട്ടും വൈറ്റ് റോട്ടും. ബ്രൗൺ റോട്ട് സെല്ലുലോസ്, വൈറ്റ് റോട്ട് ലിഗ്നിൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഹേർട്ട് റോട്ട് നോക്കാം. ഹേർട്ട് റോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വുഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രീയുടെ ഏതെങ്കിലും ഒരു പാർട്ട് കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്രോ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ ഹാർഡ് വുഡ് പറഞ്ഞായിരുന്നു അല്ലേ, പിത്ത്, അതിന് ചുറ്റും ഒരു ഹാർഡ് വുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹാർഡ് വുഡ് എക്സ്പോസ്ഡ് ആവും, അറ്റ്മോസ്ഫിയറിക് അറ്റാക്കിന് എക്സ്പോസ്ഡ് ആവും. അങ്ങനെ സംഭവിക്കുന്നതാണ് ഹേർട്ട് റൂട്ട്. ഓക്കെ, അപ്പോൾ ഹേർട്ട് വുഡ് അറ്റാക്ഡ് ആവുന്നു.
നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ റോട്ട് ഉണ്ട്. ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ചില ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്തിട്ട് വുഡിനെ ഫീഡ് ചെയ്യും. അപ്പോൾ ഒരു ഡ്രൈ പൗഡറായിട്ട് മാറുക ചെയ്യുക. ഡ്രൈ പൗഡറായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ റോട്ട്. നെക്സ്റ്റ് സാപ്പ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ സാപ്പ് വുഡ് ഉണ്ടല്ലോ. സാപ്പ് വുഡ് ചില ഫംഗി സാപ്പ് വുഡിനെ ഫീഡ് ചെയ്ത് സാപ്പ് വുഡിൻ്റെ കളറിന് ഒരു സ്റ്റെയിൻ ഉണ്ടായി ആ കളറ് നശിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയാണ് സാപ്പ് സ്റ്റെയിൻ എന്ന് പറയുക. Certain fungi feed on cell contents of sapwood and hence the sapwood loses its color. ഓക്കെ, അങ്ങനെയാണ് സാപ്പ് സ്റ്റെയിൻ ഒക്കർ ചെയ്യുന്നത്. ഇനി സാപ്പ് സ്റ്റെയിൻ ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് 25%-നെക്കാട്ടിലും കൂടുകയാണെന്നുണ്ടെങ്കിൽ സാപ്പ് സ്റ്റെയിൻ ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇപ്പം ഒരു നമ്മുടെ റൂഫിൻ്റെ കവറിങ് ആയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ചോരുന്നത് കാരണം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡ്രൈയിങ് വെറ്റിംഗ് കണ്ടീഷൻസ് അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ഡ്രൈയിങ് വെറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടാവുമ്പോൾ അൺസീസൺഡ് അല്ലെങ്കിൽ ഇംപ്രോപ്പർലി സീസൺഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡ്രൈയിങ് വെറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും വുഡിൽ വെറ്റ് റോട്ട് എന്ന് പറയുന്ന ഡിഫക്റ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. ഇത് കുറച്ച് അധികമുള്ള ഡിഫക്ട്സ് ആണ്, നാച്ചുറൽ ഫോഴ്സസ് കാരണമുള്ള ഡിഫക്ട്സ്. ഏറ്റവും ആദ്യം വരുന്നത് നമുക്ക് നോക്കാം ബേൾസ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ പ്രൊജക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക വുഡിൽ. അപ്പോൾ അതിൽ കീവേഡ് നമ്മൾ ഓർത്ത് വെക്കുക. ഇറഗുലർ ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക, അപ്പിയർ ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ യങ് ഏജിൽ വുഡിൽ റിസീവ് ചെയ്യുന്ന ഷോക്ക് കാരണമാണ് കൂടുതലും ഈ ഇറഗുലർ പ്രൊജക്ഷൻസ് വുഡിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം ഇറഗുലർ ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം അതിനെയാണ് ബേൾസ് എന്ന് പറയാം. നെക്സ്റ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേൾസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് കാലസ് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് നോക്കാം. കാലസ് എന്ന് ഉള്ളത് കാലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ് ടിഷ്യൂ ഓർ സ്കിൻ. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ സോഫ്റ്റ് ടിഷ്യൂവും അല്ലെങ്കിൽ സ്കിന്നായിരിക്കും ഒരു ട്രീയുടെ വൂണ്ടിനെ കവർ ചെയ്ത് വരുന്നത്. ഫിഗർ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ ഇപ്പം ഒരു ട്രീയുടെ ഒരു വൂണ്ടിൻ്റെ പോർഷൻ ഉണ്ട്, ആ ഒരു പോർഷനെ കവർ ചെയ്തേക്കുന്ന ആ ഒരു സോഫ്റ്റ് ടിഷ്യൂ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് കാലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കെമിക്കൽ സ്റ്റെയിൻ എന്ന പേര് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ വൂണ്ട് ഒരു ഡിസ്കളേർഡ് ദ വുഡ് ഈസ് ഡിസ്കളേർഡ് ഡ്യൂ ടു സം കെമിക്കൽ ആക്ഷൻ. അപ്പോൾ ഒരു കെമിക്കൽ ആക്ഷൻ വരുമ്പോൾ വുഡിന് സ്വാഭാവികമായിട്ടും ഡിസ്കളറിങ് ഉണ്ടാകുന്നു. അതിനെയാണ് കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറയുക. പിന്നെ വരുന്നതാണ് കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആനുവൽ റിങ്സ് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുകയാണ്. ആനുവൽ റിങ്സ് റാപ്പിഡായിട്ട് വൈഡൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ആ ഒരു സ്പേസും കൂടും. അപ്പോൾ അത് ട്രീയുടെ സ്ട്രെങ്ത്തിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അതിനെയാണ് കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്ന ഡിഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡ്രോക്സിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി വുഡിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ഡീക്കേഡ് പോയിൻറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോക്സിനസ്. ഓക്കെ, അതായത് ഇവിടെ നോക്കിയാൽ അറിയാം നമ്മൾ വൈറ്റ് ഡീക്കേഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വരികയാണ്. ഓക്കെ, ഇവിടെ കുറേ വൈറ്റ് ഡീക്കേഡ് ആയിട്ടുള്ള പോർഷൻസ് വരികയാണ് ആ ഒരു ഹെൽത്തി ട്രീയുടെ മുകളിലായിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോക്സിനസ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫോക്സിനസ് നോക്കാം. ഫോക്സിനസ് എന്ന് പറഞ്ഞാൽ പുവർ ആയിട്ടുള്ള വെൻറ്റിലേഷൻ കാരണമാണ് ഫോക്സിനസ് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഫോക്സിനസ് ഇറ്റ് കോസസ് ഡ്യൂ ടു പുവർ വെൻറ്റിലേഷൻ. നെക്സ്റ്റ് ഡിഫക്റ്റ് നോക്കുകയാണെങ്കിൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ബേസസ് ഓഫ് ബ്രാഞ്ചസ് ഓർ ലിംസ് വിച്ച് ആർ ബ്രോക്കൺ ഓർ കട്ട് ഓഫ് ഫ്രം ദ ട്രീ. നമ്മളുടെ ട്രീയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അവിടെ ഒരു കറുത്ത ഒരു നോട്ട് ഫോം ചെയ്യാറുണ്ട്. അതിനെ ഇപ്പം ആ ഒരു ട്രീയുടെ ബ്രാഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ബ്ലാക്ക് സ്പോട്ടിനെ വിളിക്കുന്ന പേരാണ് നോട്ട്സ്. ദീസ് ആർ ബേസസ് ഓഫ് ബ്രാഞ്ചസ് ഓർ ലിംസ് വിച്ച് ആർ ബ്രോക്കൺ ഓർ കട്ട് ഓഫ് ഫ്രം ദ ട്രീ. പിന്നെ റിൻഗാൾ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചിപ്പം ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അകത്തേക്ക് കേർവ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് അകത്തേക്ക് ഇങ്ങനെ കേർവ് ചെയ്തിരിക്കുമല്ലോ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് റിൻഗാൾ എന്ന് പറഞ്ഞ ഡിഫക്റ്റ്. പെക്യുലിയർ കേർവ്ഡ് സ്വെല്ലിംഗ് ഫൗണ്ട് ഓൺ ദ ട്രീ
പെക്യുലിയർ കർവ്ഡ് സ്വെല്ലിംഗ് ഫൗണ്ട് ഓൺ ദ ട്രീ ആർ നോൺ ആസ് റിൻഗാൾ. അപ്പോൾ അതിനെ റിൻഗാൾ എന്ന് വിളിക്കും. നെക്സ്റ്റ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഷേക്സ് ആണ്. ഷേക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നും ഇല്ല, ട്രീസിൽ കാണപ്പെടുന്ന ക്രാക്സിനെ വിളിക്കുന്ന പേരാണ് ഷേക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യം വരുന്നത് കപ്പ് ഷേക്ക്. കപ്പ് ഷേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആനുവൽ റിങ്സ് ഉണ്ട്, ആ ആനുവൽ റിങ്സിൻ്റെ ഫുൾ കവർ ചെയ്യില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് ഫോം ചെയ്യുന്നതാണ് കപ്പ് ഷേക്ക്. ഓക്കെ, ഫുൾ ഒരു കവറിങ് ഉണ്ടാവില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോം ചെയ്യും ആ ഷേക്ക്. ഓക്കെ, ഇവിടെ കുറച്ച് ഭാഗം, ഇവിടെ കുറച്ച് ഭാഗം, ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത്. അപ്പം ത്രൂ ഔട്ട് ആനുവൽ റിങ്സ് ഉണ്ടാവില്ല, ആ ഒരു ക്രാക്ക് ഫോം ചെയ്യില്ല. നെക്സ്റ്റ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്ന റിംഗ് ഷേക്ക്. റിംഗ് ഷേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ആ ഒരു ആനുവൽ റിങ്ങിൻ്റെ ഫുൾ ത്രൂ ഔട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രാക്ക് ഫോം ചെയ്യും, അതിനെ റിംഗ് ഷേക്ക് എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ ഷേക്ക് നോക്കാം. ഹേർട്ട് ഷേക്ക് നോക്കാം. ഹേർട്ട് ഷേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിത്തിൽ നിന്നും തുടങ്ങി സാപ്പ് വരെ നീളുന്ന ആ ഒരു ക്രാക്ക്, അതിനെയാണ് ഹേർട്ട് ഷേക്ക് എന്ന് പറയുക. നെക്സ്റ്റ് റേഡിയൽ ഷേക്ക്, സ്റ്റാർ ഷേക്ക്. സ്റ്റാർ ഷേക്ക് എന്ന് പറഞ്ഞാൽ, സ്റ്റാർ ഷേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഔട്ടർ ബാർക്ക് ഉണ്ടല്ലോ, സാപ്പ് വുഡ് അല്ല, ഔട്ടർ ബാർക്കിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ സാപ്പ് വുഡ് വരെ എത്തുന്ന ആ ഒരു ഷേക്കിനെയാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേഡിയൽ ഷേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റേഡിയൽ ഷേക്കിൻ്റെ പ്രത്യേകത ഈ ഫിഗർ നോക്കിയാൽ അറിയാം, പുറത്തുനിന്ന് കുറച്ച് ദൂരം മാത്രം റേഡിയലായിട്ട് വന്നിട്ട് പിന്നെ അത് ആനുവൽ റിങ്ങിൻ്റെ ആ ഒരു പാത്ത് ഫോളോ ചെയ്യും. അതിനുശേഷം വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പിത്ത് വരെ എത്തും. അങ്ങനത്തെ ഷേക്കിനെയാണ് റേഡിയൽ ഷേക്സ് എന്ന് പറയാം. അപ്പം ഡെഫിനിഷൻ നോക്കിയാൽ അറിയാം, ദ ക്രാക്സ് റൺ ത്രൂ എ ഷോർട്ട് ഡിസ്റ്റൻസ്. ദീസ് ക്രാക്സ് ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ബാർക്ക് ടുവേർഡ്സ് ദ സെൻറ്റർ. ബാർക്കിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് സെൻറ്ററിലേക്ക് വരും. ദെൻ ഫോളോ ദ ഡയറക്ഷൻ ഓഫ് ആനുവൽ റിംഗ് ആൻഡ് അൾട്ടിമേറ്റ്ലി റൺസ് ടുവേർഡ്സ് എ പിത്ത്. ഓക്കെ, അത് പുറത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ട് അതിന് ശേഷം അത് ആനുവൽ റിങ്സിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്ത് പിന്നെ അൾട്ടിമേറ്റ്ലി പിത്തിലേക്ക് എത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്രാക്കിനെയാണ് റേഡിയൽ ഷേക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്വിസ്റ്റഡ് ഫൈബർ നോക്കാം. ട്വിസ്റ്റഡ് ഫൈബർ വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ വിൻഡൊക്കെ വരുമ്പോഴത്തേനും ട്രീസിൻ്റെ ആ ഒരു ഫൈബേഴ്സ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൽ അങ്ങനെ ഫോം ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് എന്ന് പറയുക. അപ്സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ക്രഷിങ് കാരണം ട്രീക്ക് ഉണ്ടാവുന്ന ഡിഫക്റ്റിനെയാണ് അപ്സെറ്റ്സ് എന്ന് പറയുക. പിന്നെ വരുന്ന വാട്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വുഡിൻ്റെ മുകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗത്തെ കളറിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. പിന്നെ വിൻഡ് ക്രാക്ക്, വളരെ ശക്തമായിട്ട് വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ വുഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ക്രാക്കുകളെ വിളിക്കുന്ന പേരാണ് വിൻഡ് ക്രാക്ക് എന്നുള്ളത്. അപ്പം ഇത്രയും ഡിഫക്റ്റ് നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഫംഗസ് കാരണമുള്ള ഡിഫക്ട്സ് പറഞ്ഞു, കൺവേർഷൻ കാരണമുള്ള ഡിഫക്ട്സ് പറഞ്ഞു, പിന്നെ ഫംഗസ് കാരണമുള്ള ഡിഫക്ട്സ് പറഞ്ഞു, പിന്നെ നാച്ചുറൽ ഫോഴ്സസ് കാരണമുള്ള ഡിഫക്ട്സ് പറഞ്ഞു. ഇനി 2 ഉണ്ട്, ഇൻസെക്ട്സ് കാരണമുള്ള ഡിഫക്ട്സ്, അത് ഭയങ്കര ചെറുതാണ്, പിന്നെ സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ്. അപ്പോൾ അത് 2 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.